കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ വച്ചു പുലർത്തുന്ന ഇരട്ടത്താപ്പ് നമുക്ക് ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ മനസ്സിലായതാണ്. കാരണം സമരപ്പന്തലിലെത്തി മുനമ്പത്തുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒരേ സമയം നിയമസഭയിൽ വഖഫ് ബില്ലിനെതിരെ പ്രമേയം പാസാക്കുകയും അതേ നയം തന്നെ കേന്ദ്രത്തിൽ പിന്തുടരുകയും ചെയ്യുന്നു. എന്തായാലും ഈ നിയമ ഭേദഗതി ബില്ലിനെ മുനമ്പം ജനത സ്വാഗതം ചെയ്യുന്നുണ്ട്. അവർ വലിയ ആഹ്ലാദത്തിലുമാണ്, ശുഭപ്രതീക്ഷ തന്നെയാണ് വച്ചു പുലർത്തുന്നത്. ഇപ്പോഴും രാഷ്ട്രീയക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുനമ്പവും വഖഫും രണ്ടും രണ്ടാണ് എന്നുള്ളത്. എന്തായാലും താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഇതിൽ നിന്ന് മുനമ്പത്തുകാർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും സെക്ഷൻ 2 ഇദ്ദേഹം പറഞ്ഞതുപോലെയല്ല, മുനമ്പത്തുകാർക്ക് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. അത് ഇപ്പോഴേ പറഞ്ഞ് അവരൊന്നുമില്ല, നിങ്ങൾ ചതിക്കപ്പെട്ടു, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന രീതിയിൽ ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ ശ്രമിക്കേണ്ട. കൃത്യമായിട്ട് അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് ഏത് പേരിൽ ആയാലും അത് ബാധകമാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾ ഇപ്പോൾ അതിന്റെ പേരിൽ സംഘപരിവാർ ചതിച്ചു, അവരുടെ ഉദ്ദേശം മറ്റതാണ്, ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് യഥാർത്ഥ കാര്യങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാതെ യാഥാർത്ഥ്യത്തിലേക്ക് വരിക. ഇനി അവരുടെ വിഷയങ്ങളെ നിങ്ങൾക്ക് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കേണ്ടത് നിലവിലെ നിയമ ഭേദഗതിയിലൂടെ അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന സപ്പോർട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇത് വീണ്ടും ഇതിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇല്ലാത്ത നിയമ പ്രശ്നങ്ങളിൽ കുരുക്കി ബുദ്ധിമുട്ടിച്ച് മുന്നോട്ട് നീക്കാതെ ഇപ്പോൾ ഉണ്ടായ നിയമഭേദം, നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കുകയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്തു തന്നെയായാലും മുനമ്പം ജനതയും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. വരുന്ന ആളുകൾ അത് തെളിയിക്കുന്നത് തന്നെയായിരിക്കും. ശരി, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇവിടെ ഇസ്ലാം വിരുദ്ധത എന്നാണല്ലോ ആവർത്തിച്ച് പറയുന്നത് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ. എങ്ങനെയാണ് അത് ഇസ്ലാം വിരുദ്ധത എന്ന്? കാരണം മുസ്ലിം സഹോദരങ്ങളും ഇതിൻ്റെ ഇരകളായിട്ടുള്ളവരുണ്ട്. അതുമാത്രമല്ല, ഇത്രയധികം 8 ലക്ഷത്തിന് ഏക്കറിന് മുകളിൽ കൈവശാവകാശം വയ്ക്കുന്ന ഈ വഖഫ് സ്വത്തുക്കൾ കൊണ്ട് മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നതായി കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രയവിക്രയങ്ങൾക്ക് ഉതകുന്ന തരത്തിലേക്ക്, സാധാരണക്കാർക്ക് ഉതകുന്ന രീതിയിലേക്ക് ആ നിയമം മാറുന്നുവെങ്കിൽ അതിനെയല്ലേ സ്വാഗതം ചെയ്യേണ്ടത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നത്? അല്ല, അങ്ങ് ഇടയ്ക്ക് ഇടപെടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാം. ഒന്ന്, പ്രധാനപ്പെട്ട വാദം BJPയുടേത് വഖഫ് ട്രൈബ്യൂണലുകൾ മതകോടതികളായിരുന്നു, അത് എടുത്തു മാറ്റും ഈ വഖഫ് ബില്ലിലൂടെ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ എന്തുണ്ടായി? ആ വഖഫ് ട്രൈബ്യൂണലിൽ മുസ്ലിം നിയമപണ്ഡിതൻ വരുന്നു എന്നതാണ്. അപ്പോ സ്വാഭാവികമായും ട്രൈബ്യൂണലിന്റെ കാര്യത്തിൽ വലിയൊരു ചേഞ്ച് അതിന്റെ ഒരു സ്ട്രക്ചറിൽ ഉണ്ടായിട്ടില്ല ഈ ബില്ലിലൂടെ. രണ്ട്, ഇന്ത്യയിലെമ്പാടും ഈ പറയുന്ന വഖഫ് ഭൂമികൾ ഒരുപാടായി അന്യാധീനപ്പെട്ടിരിക്കുന്നു, അത് അന്യാധീനമായി കൈവശപ്പെടുത്തിയിരിക്കുന്നു വഖഫ് എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ബില്ലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, അത് വഖഫ് ബൈ യൂസ് എന്നാണ്. ഞാൻ പറയുന്നത് വഖഫിനെ അനുകൂലിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ ഈ ബില്ല് കൊണ്ടുവന്നതിൽ BJP അനുകൂലിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാര്യം എന്താ വെച്ചാൽ വഖഫ് ബൈ യൂസ് എന്നത് എന്ത് ചെയ്യുന്നു, ഈ ബില്ല് വ്യവസ്ഥ കൊണ്ടുവരികയാണ്. വഖഫ് ബൈ യൂസ്, അതായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ വഖഫായ ഭൂമിയിൽ മേൽ യാതൊരു അവകാശവും മറ്റാർക്കും ഈ ബില്ലിൻ പ്രകാരം ഉണ്ടാവില്ല. ഈ ബില്ല് വളരെ കൃത്യമായി പഠിച്ചാൽ, അല്ലെങ്കിൽ മുനമ്പത്തിലെ വിഷയം പഠിക്കാൻ വേണ്ടി മാത്രം ഈ ബില്ല് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. പക്ഷെ ബില്ല് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വഖഫ് ബൈ യൂസ് അത് എന്താണ് പറയുന്നത്, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത കാര്യമായി ഈ ബില്ല് മാറ്റിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഖഫ്, ഉപയോഗത്താൽ വഖഫായതിനെ ഇനി ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഈ ബില്ല് പ്രകാരം. ഇനി 2013 കോൺഗ്രസ് ഭരണകാലത്താണ് ഞങ്ങൾ 2 വർഷത്തിനിടയിലെങ്കിലും മാക്സിമം പീരീഡ് ഓഫ് 2 years ട്രൈബ്യൂണലിന് മുമ്പിൽ വഖഫ് വിഷയങ്ങൾ കൊണ്ടുവന്നിരിക്കണം. അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നീട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നത് കൊണ്ടുവന്നു. പക്ഷെ ഇപ്പോൾ അത് ഈ ബില്ലിൽ അത് എടുത്തു മാറ്റപ്പെട്ടിരിക്കുകയാണ്. അത് 2 വർഷത്തിന്റെ ടൈം പീരീഡ് ഈ ബില്ലുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ 2 വർഷം കഴിഞ്ഞാലും വഖഫ് ക്ലെയിം നടത്താം. അതുമായി ബന്ധപ്പെട്ട വിഷയം ട്രൈബ്യൂണലിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ വിഷയം മാറ്റി നിർത്തൂ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ ബിൽ അവതരിപ്പിക്കപ്പെട്ടത്. ദേശീയാടിസ്ഥാനത്തിൽ BJP, പ്രത്യേകിച്ച് BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇറ്റ്സെൽഫ് വളരെ കൃത്യമായി പറഞ്ഞു പോയതും, ഈ പറയുന്ന കിരൺ റിജിജു വളരെ കൃത്യമായി മാധ്യമങ്ങളോട് സംസാരിച്ചതുമെല്ലാം
ഞങ്ങൾ ഈ ബില്ല് കൊണ്ടുവരുന്നതിലൂടെ കാണുന്നത് ഇതിൽ കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടാൻ പോകുന്നു. സ്ത്രീകൾക്ക് പ്രാധാന്യമില്ലായിരുന്നു എന്ന രീതിയിലാണ് അതിനെ പറഞ്ഞ് അവതരിപ്പിച്ചത്. പക്ഷേ ഉണ്ടായിരുന്നു എന്ന് 2013 ബില്ല് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോ എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ യുവരാജ് ഒരു ബില്ല് വായിച്ചു. അങ്ങനെയല്ല, എന്റെ കയ്യിലുള്ള ബില്ല് വളരെ കൃത്യമായി ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട ബില്ല് തന്നെയാണ്. അതിൽ മാക്സിമം ഓഫ് 2 എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് ശേഷം യുവരാജിന് അയച്ചു നൽകാം, അങ്ങ് വായിച്ചു നോക്കിക്കോളൂ. എന്റെ ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നാളെ ജനൻ ടി വി ഒരു തീരുമാനമെടുക്കുകയാണ്. ഇന്നലെ വരെ ജനൻ ടി വിയുടെ എഡിറ്റോറിയൽ ബോർഡിൽ 2 സ്ത്രീകൾ മിനിമം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ രോഹിണി നീലിമ ഉണ്ടായിരിക്കണം. മൂന്നാമതൊരാളെ കൂടി ആഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്ന് മുതൽ അതിൽ 2 സ്ത്രീകൾ ഉണ്ടായേ മതിയാവൂ, അല്ലെങ്കിൽ 2 സ്ത്രീകളാണ് ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞാൽ രോഹിണിയും നീലിമയും മാത്രം മതി, മറ്റൊരാളുടെ ഒരാളുടെ ആവശ്യം ഇല്ലാതായി മാറും. അപ്പൊ ആ പ്രശ്നം മനസ്സിലാവാൻ നിങ്ങൾക്ക് ചിലപ്പോൾ രാഷ്ട്രീയമായി ചിന്തിക്കുന്നതുകൊണ്ട് മനസ്സിലാവില്ല. ചർച്ച കാണുന്നതിൽ വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ. ഇനി മുസ്ലിം ഏതാണ് മറ്റൊരു കാര്യം, ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞത് ശ്രീ നമ്മുടെ ഹസ്കർ പറഞ്ഞതുപോലെ ഇത് ട്രസ്റ്റ് അല്ല എന്ന്, ട്രസ്റ്റ് ആണ് എന്നിരിക്കട്ടെ, ഏത് നമ്മുടെ മുനമ്പത്തെ കോളേജ്, ആ കോളേജ് ട്രസ്റ്റ് ആണെങ്കിൽ ഈ മുൻകാല പ്രാബല്യം വരുന്നതുകൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ സ്വത്ത് മുനമ്പത്തെ ആൾക്കാരിലേക്ക് നിക്ഷിപ്തമാകുമോ ഈ നിങ്ങളുടെ സെക്ഷൻ 2A പ്രകാരം? ഇല്ല. മുൻകാല പ്രാബല്യം വരുമ്പോൾ എന്തുണ്ടാവും? വഖഫ് ഭൂമി തിരിച്ചു പോകും, റെട്രോസ്പെക്റ്റീവായി അത് തിരിച്ചു പോകും. ആരിലേക്ക് പോകും? സത്താർ സേട്ടിലേക്ക് പോകേണ്ട വരും. സത്താർ സേട്ടിന്റെ പിൻതലമുറക്കാരിലേക്ക് പോകേണ്ടതായി വരും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ലീഗൽ ലിറ്റിഗേഷൻ, എനിക്ക് തോന്നുന്നു ഈ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊക്കെ നമ്മൾ വളരെ വലിയ അർത്ഥത്തിൽ, ഞാനും ഭാസ്കറിനെ പോലെയുള്ള നിയമജ്ഞന്മാർ അല്ലെങ്കിൽ അഭിഭാഷകർ വലിയ കാര്യത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് എന്നുള്ള രീതിയിലേക്ക് ഈ പറയുന്ന സത്താർ സേട്ടിന്റെ പിന്തലമുറക്കാർ വേഴ്സസ് മുനമ്പം ജനത എന്നൊരു വലിയ കേസിലേക്ക് ഇത് പോകേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ലീഗൽ ലിറ്റിഗേഷനിലേക്കാണ് വഴിവെക്കാൻ പോകുന്നത്. യാതൊരു പ്രയോജനവും ഈ ബില്ലിലൂടെ മുനമ്പം ജനതയ്ക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഉണ്ടാവുമെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്ന് പറയണം. ഇനി മുനമ്പവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ട നിലപാട്. കോൺഗ്രസിന്റെ CLP ലീഡറായ ശ്രീ VD സതീശൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് മുനമ്പത്തെ പ്രോപ്പർട്ടി അത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് കോൺഗ്രസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇന്നും ശ്രീ VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായത് പറഞ്ഞു. അതിൽ 2 പ്രശ്നമാണ് കോൺഗ്രസ് കാണുന്നത്. ഒന്ന്, അത് വഖഫ് പ്രോപ്പർട്ടി ആവില്ല, കാരണം പൈസ കൊടുത്തു മേടിച്ച പ്രോപ്പർട്ടിയാണ്. സ്വാഭാവികമായും പണം കൊടുത്തു മേടിച്ച പ്രോപ്പർട്ടി അത് റീക്ലെയിം ചെയ്യുന്നത് അനിസ്ലാമികമാണ്, ഇസ്ലാമിക് നിയമപ്രകാരം അനിസ്ലാമികമാണ് എന്ന് ഏറ്റവും ആദ്യം ഇസ്ലാം സമൂഹത്തോട്, മുസ്ലിം സഹോദരങ്ങളോട് തുറന്നു പറഞ്ഞ നേതാവിന്റെ പേര് BJP നേതാക്കൾ ആരുമല്ല കേട്ടോ. അവിടെ പോയ ഒരു BJP നേതാവുമല്ല, അവിടെ പോയ ഒരു CPM നേതാവുമല്ല. അത് പറഞ്ഞത് കോൺഗ്രസ് തന്നെയാണ്, അത് പറഞ്ഞത് ശ്രീ VD സതീശനാണ്. അങ്ങനെ ചെയ്യുന്നത് അനിസ്ലാമികമാണ്, അതുകൊണ്ട് തന്നെ അത് ചോദിക്കാൻ പാടില്ല. 2, അത് പണം കൊടുത്തു മേടിച്ച പ്രോപ്പർട്ടി ആകയാൽ തന്നെ അതിന് എന്താണ് ഈ പറയുന്ന സത്താർ സേട്ടും വേഴ്സസ് ഫറൂഖ് കോളേജ് വിഷയങ്ങളിലേക്ക് അവിടെ ഇപ്പോൾ താമസിക്കുന്ന മുനമ്പം ജനതയെ വലിച്ചിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ സമരപന്തലിൽ അവരോടൊപ്പം അണിചേർന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ മൊത്ത അപ്പോസ്തലന്മാരാവാൻ വേണ്ടി സംഘപരിവാരം ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഈ ചർച്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 45 എനിക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തിനുള്ളിലെങ്കിലും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ ബില്ല് വന്നതോടുകൂടി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ 2-3 ദിവസം കൂടെ, ഒരാഴ്ചയും കൂടെ സമയം എടുത്തോട്ടെ, ഒരാഴ്ചയ്ക്ക് ശേഷം ശ്രീ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രിയായ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിക്കോ ഏതെങ്കിലും ഒരു BJP നേതാവിനോ മുനമ്പം സമരപന്തലിൽ എത്തിയിട്ട് ഇതാ ഈ ബില്ല് വന്നതോടുകൂടി നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് നാളെ തൊട്ട് കരമടയ്ക്കാൻ സാധിക്കും. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? അവർക്ക് കരമടയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾക്ക് നാളെ മുതൽ ഈ ബില്ല് സാങ്ഷനായി വരുന്ന ഡേറ്റ് പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ വില്ലേജ് ഓഫീസിലേക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് കരമടയ്ക്കാൻ സാധിക്കും. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ BJPയുടെ ഇന്ന മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ചെന്നാൽ മതി, അവർ പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥമായി പറയാൻ പറ്റുമോ എന്നതാണ് എന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ വസന്തകുമാരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ നിയമ ഭേദഗതി ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുൻപ് ക്രിസ്തീയ സഭകളടക്കം നിലവിലെ ജനപ്രതിനിധികളോട് ചില അഭ്യർത്ഥനകൾ നടത്തിയിരുന്നല്ലോ, മുനമ്പം ജനതയ്ക്ക് വേണ്ടി നിലനിൽക്കണമെന്നുള്ളത്. എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ ഇതിനെ എതിർത്തപ്പോൾ ഞങ്ങളുടെ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം എന്ന നെഞ്ചു വിരിച്ച് ഒരു വാക്കെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് MP പറയാത്തത്? അല്ല, വഖഫ് ബില്ലും മുനമ്പവും രണ്ട് വിഷയമായി തന്നെയാണ് കോൺഗ്രസ് ദേശീയാടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും കാണുന്നത്. അതിനോടൊപ്പം തന്നെ വഖഫിനോടൊപ്പം മുനമ്പം അല്ലാതെ തെങ്ങുംപള്ളി, മുനമ്പം അല്ലാതെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫിന്റെ ഇത് നേരിടുന്ന ആൾക്കാരില്ലേ?
അല്ലെന്നേ ഞങ്ങൾ അപ്പൊ അവരുടെ വിഷയം നിങ്ങൾക്ക് വിഷയമല്ലേ? എന്റെ ശ്രീ കെവിൻ പീറ്റർ, കോൺഗ്രസ് ഈ വഖഫ് ബില്ല് അപ്പാടെ എടുത്ത് കളയണമെന്നല്ല പറഞ്ഞത്. ഞങ്ങൾ JPC മുമ്പാകെ 12 അമെന്റ്മെന്റുകളാണ് മുമ്പോട്ട് വെച്ചത്. 12 എണ്ണം, ഒരെണ്ണം പോലും അക്സെപ്റ്റ് ചെയ്തില്ല. 12 എണ്ണമാണ്. അല്ല, നിങ്ങള് കേരളത്തിലെ കാര്യം പറയൂ. അല്ല അതിന്റെ കേരളത്തിലെ കാര്യം പറഞ്ഞത്. വഖഫ് ബില്ല് എന്താ കേരളത്തിൽ മാത്രമാണോ ബാധകമാവുന്നത്? അതല്ല മുനമ്പത്തെ മാത്രം ചൂണ്ടിക്കാണെങ്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ പ്രശ്നം നേരിടുന്നവരുണ്ടല്ലോ. കേരളത്തിലെ MP-മാരടക്കം ചർച്ച ചെയ്തുകൊണ്ട് JPC മുമ്പാകെ ഞങ്ങൾ വെച്ചത് 12 അമെന്റ്മെന്റുകളാണ്. അതിലൊരു 8 എണ്ണമെങ്കിലും അംഗീകരിച്ചാൽ ഞങ്ങൾ ഈ ബില്ലിനൊപ്പം ചേരാമെന്ന് വളരെ കൃത്യമായി പ്രതിപക്ഷം പറഞ്ഞതുമാണ്. ഞങ്ങളല്ലാതെ ഈ ബില്ല് അപ്പാടെ എടുത്ത് പള്ളക്കളയണമെന്ന് പറഞ്ഞവരല്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ചില അമെന്റ്മെന്റുകളുണ്ട്, ആ അമെന്റ്മെന്റുകൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഒരെണ്ണം പോലും അക്സെപ്റ്റ് ചെയ്യാൻ ആര് തയ്യാറായില്ല? കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല. 2 മുനമ്പവും ഈ പറയുന്ന വഖഫ് ബില്ലും രണ്ടാണ് എന്നാണ് ഞങ്ങൾ കാണുന്നത്. അതിനോടൊപ്പം തന്നെ മുനമ്പത്തോടൊപ്പം തന്നെയാണ് ഈ മധ്യപ്രദേശിലെ വൈദികർക്കെതിരായിട്ടുള്ള ഇന്നലെ ഉണ്ടായ ആക്രമണവും ചർച്ച ചെയ്യണം. ശരി, മുനമ്പം രണ്ടാണെങ്കിൽ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ഇതിന്റെ ദുരിതം പേറുന്ന നിരവധി പേരില്ലേ? അവരോടുള്ള സമീപനം എന്താണ് കോൺഗ്രസിന്? നമുക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടേ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ? കാരണം ഇന്ന് അത് വ്യക്തമാക്കിയിട്ടുണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ്. മുനമ്പം ജനതയുടെ മനസ്സിന് മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് മറക്കുന്നതല്ല എന്നുള്ളത്. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും എന്നുള്ളൊരു താക്കീത് നൽകുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് ഈ സമവായത്തിലൊക്കെ പോകുന്നതിന് മുൻപ് എത്രയോ അഭികാമ്യമായിരുന്നു അവർക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ. യുവരാജ് ഗോകുലിന് പറ്റുമോ? കെവിൻ പീറ്ററിന് പറ്റുമോ? ആരെങ്കിലും ഒരാൾക്ക് ഈ ബില്ല് വന്നതോടുകൂടി മുനമ്പം ജനതയുടെ പ്രശ്നം ഇതാ ഇങ്ങനെ തീരുന്നു എന്ന് പറയാൻ പറ്റുമോ? ശരി. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ ആദ്യം 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് ആദ്യം വെളിപ്പെടുത്തൂ. അല്ല, അത് മാത്രമല്ല UDF-ന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതാവ് മുനീർ പറഞ്ഞില്ലേ, ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പരിഹരിച്ചാൽ തീരാമായിരുന്നു. സംസ്ഥാന സർക്കാരാണ് ഇതിനെ ഇത്തരത്തിൽ വഷളാക്കിയത് എന്നുള്ളത്.